DIY എനിത്തിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വിൻറ്റേജ് ആംപ്ലിഫയർ റിപ്പയർ ചെയ്യുന്നതാണ്. സാൻസുയി 500A ആണ് ആംപ്ലിഫയർ. STK ആംപ്ലിഫയറിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. 30 വാട്ട് പവർ ആണുള്ളതെങ്കിലും സംഭവം പൊളിയാണ്. പക്ഷേ STK48 സീരീസിൻ്റെ ഒറിജിനൽ പാർട്ട് കിട്ടാനില്ല. അതുമാത്രവുമല്ല, ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഒന്നും തന്നെയില്ല. STK ഡാമേജ് ആയപ്പോഴെല്ലാം സ്പീക്കറും ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കോമൺ ആയി കിട്ടുന്ന STK വെച്ച് ഔട്ട്പുട്ട് സൈഡ് മാത്രം ചേഞ്ച് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഇതിനായി ആദ്യം സർവീസ് മാനുവൽ ഡൗൺലോഡ് ചെയ്യണം. നേരത്തെ ചെയ്തിട്ടുള്ളതിനാൽ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജ് മാത്രം എടുക്കണം. ഇനി പുതിയ STK സെലക്ഷൻ ആണ്. ഈസിയായി കിട്ടുന്നത് 41 സീരീസിൽപ്പെട്ട STK4191, STK4141 എന്നിവയാണ്. ട്രാൻസ്ഫോമർ വോൾട്ടേജും കറണ്ടും മാച്ച് ആകുന്നത് STK4141 അതുകൊണ്ടാണ് 5 വാട്ട് കുറവാണെങ്കിലും STK4141 ഞാൻ സെലക്ട് ചെയ്തത്. 18 പിൻ ആയതുകൊണ്ട് 4191 വേണമെങ്കിലും യൂസ് ചെയ്യാം. PCB വരയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഈഗിൾ ആണ്. ഇനി സ്കെച്ച് എടുത്തിട്ട് സർക്യൂട്ട് വരയ്ക്കാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ വിത്ത് 6 സെക്കൻഡ് ഡിലേ സർക്യൂട്ടും മ്യൂട്ട് സർക്യൂട്ടും ഈ സർക്യൂട്ടിനൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. സ്കെച്ച് വരച്ചതിന് ശേഷം ബോർഡ് മോഡ് ഓൺ ആക്കണം. അതിൽ ഔട്ട്പുട്ട് ബോർഡിൻ്റെ ഷേപ്പും സൈസും സ്ക്രൂ ഹോൾ ഉൾപ്പെടെ എല്ലാം ആദ്യം വരച്ചെടുക്കണം. STKയും കണക്ടറുകളും പൊസിഷൻ ചെയ്യണം. പിന്നെ കോമ്പോണൻറ്റ്സ് ഓരോന്നായി പ്ലേസ് ചെയ്തെടുക്കാം. കണക്ടറുകളെല്ലാം ഒറിജിനൽ ബോർഡിൻ്റെ പൊസിഷനിൽ ആണ് വേണ്ടത്. അല്ലെങ്കിൽ വയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അത് ബോറാണ്. ബോർഡ് ഏകദേശം L ഷേപ്പിലാണ് വരുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് അഡീഷണൽ ചെയ്യാനായിട്ട് 2 സെൻറ്റിമീറ്റർ നീളം കൂട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനൽ ബോർഡിൻ്റെ ഷേപ്പിൽ ഒതുക്കിയെടുക്കാം. ഈ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിൽ ഒരു പ്രത്യേകത കണ്ടത് ഇതിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ടിലാണ് ടോൺ കൺട്രോളർ ചെയ്തിട്ടുള്ളത്. അതും പാസീവ് കോമ്പോണൻറ്റ്സ് മാത്രം വെച്ച്. ഒരുപക്ഷെ അതുകൊണ്ടാവാം കേൾക്കാൻ നല്ല സുഖമാണ്. സാധാരണ ആംപ്ലിഫയറുകളിൽ ബാസ് ട്രിബിൾ സർക്യൂട്ടുകൾ ആക്റ്റീവും പാസീവുമായ കോമ്പോണൻറ്റ്സ് വെച്ചിട്ടാണുള്ളത്. അതിനുള്ള സപ്ലൈ 15 വോൾട്ട് വേറെ കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ അങ്ങനെ ഒരു ഓക്സിലറി സപ്ലൈ ഇല്ല. ആകെ ഉള്ളത് ഇൻപുട്ടിൽ ഒരു ഗെയിൻ സർക്യൂട്ട് മാത്രമാണ്. അതിനുള്ള സപ്ലൈ സെനർ ഡയോഡ് വെച്ചിട്ട് മെയിൻ പവർ സപ്ലൈയിൽ നിന്നും എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് അഡീഷണൽ ചെയ്യാനായിട്ട് 2 സെൻറ്റിമീറ്റർ നീളം കൂട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനൽ ബോർഡിൻ്റെ ഷേപ്പിൽ ഒതുക്കിയെടുക്കാം. ഏകദേശം PCB റെഡി ആയിട്ടുണ്ട്. ഒറിജിനൽ PCBയുമായി നീളത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു ടെസ്റ്റ് പ്രിൻ്റ് എടുത്ത് നോക്കിയ ശേഷം വേണം ഫൈനലൈസ് ചെയ്യാനായിട്ട്. ടെസ്റ്റ് പ്രിൻ്റ് ഓക്കെയാണ്. നേരത്തെ ട്രാക്ക് ചെയ്തൊക്കെയും പഴയ മോഡൽ ഉള്ളതുപോലെ പ്ലേറ്റായി വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ എച്ചിങ് ടൈം ലാഭിക്കാം. അതുപോലെ പഴയ മോഡലിൽ തന്നെ ഇരിക്കുകയും ചെയ്തോളും. PCB പ്രിൻ്റ് ചെയ്തത് പുറത്ത് കൊടുത്താണ്. അതിന് മാത്രം ഏകദേശം 1000 രൂപ ചിലവായിട്ടുണ്ട്. ഇനി പഴയ ബോർഡിൽ നിന്നുള്ള എല്ലാ കണക്ടറുകളും ആവശ്യമുള്ള കമ്പോണൻസും ഊരിയെടുക്കണം. പുതിയത് വാങ്ങിയിടുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഇനി പുതിയ ബോർഡിലേക്ക് കോമ്പോണൻറ്റ്സ് സോൾഡർ ചെയ്യാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് മാത്രമേ പുതിയ കോമ്പോണൻറ്റ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം PCB റെഡി ആയിട്ടുണ്ട്. ഒറിജിനൽ PCBയുമായി നീളത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ബോർഡ് ഒന്ന് വാഷ് ചെയ്യാം. ഫ്ലെക്സ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ടാണ് വാഷ് ചെയ്യുന്നത്. അതിനായി തിന്നറും ഒരു ടൂത്ത് ബ്രഷുമാണ് ഉപയോഗിക്കുന്നത്.
ഇതിൽ വന്ന ഒറിജിനൽ STK ആണിത്. ബാക്കിയെല്ലാം പലപ്പോഴേ വാങ്ങിയതാണ്. കിട്ടിയതൊന്നും ഒറിജിനൽ അല്ലാത്തതിനാൽ അധികകാലം വർക്ക് ചെയ്തില്ല. ഇതാണ് ലാസ്റ്റ് വാങ്ങിയ ഇക്വലന്റ് STK. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ STK4191 4141 ഉപയോഗിക്കാം. രണ്ടും 18 പിന്നാണ്, സെയിം സർക്യൂട്ടുമാണ്. ഹീറ്റ് സിങ്കിൽ സ്ക്രൂ ഹോൾ മാത്രം പുതിയതുണ്ടാക്കിയാൽ മതിയാകും. ആദ്യം PCBയിൽ പവർ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. $35 വോൾട്ട് പ്ലസ് ആൻഡ് മൈനസും 12 വോൾട്ട് പ്ലസ് ആൻഡ് മൈനസ് പിന്നെ 3.3 വോൾട്ട് ആണ് വേണ്ടത്. എല്ലാം ഓക്കെ ആണ്. ഇനി STK ഫിക്സ് ചെയ്യാം. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് വേണം STK ഫിക്സ് ചെയ്യാൻ. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയാണ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. സംഭവം ഓക്കെ ആണ്. ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്തിട്ട് കവർ അടയ്ക്കാം. ഇനി ഓഡിയോ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. സംഭവം ഓക്കെ ആണ്. ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്തിട്ട് കവർ അടയ്ക്കാം. ഇനി ഓഡിയോ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. പെർഫെക്റ്റ്. ഓക്കെ. കൺട്രോളർ എല്ലാം തന്നെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ലൗഡ്നെസ്സും ഓക്കെയാണ്. ഇനിയിപ്പോൾ സ്പീക്കർ പോകുമെന്ന പേടി വേണ്ട. അതുപോലെ STK4191 4141 അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി DIY എനിത്തിങ് തിരികെ വരാം.